നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. അതേ പ്രവാസികളെ ഏറെ ആശങ്കയിലാഴ്ത്തി UAE ഇന്ത്യ വിമാന ടിക്കറ്റ് യാത്രാ നിരക്കിൽ 3 ഇരട്ടി വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കോവിഡ് വ്യാപനം ആരംഭിച്ച ആദ്യ നാളുകളിൽ തന്നെ എങ്ങനെയായിരുന്നു അത്തരത്തിലാണ് ഇപ്പോഴും വിമാനയാത്രകൾ സജീവമായപ്പോഴും വില വർദ്ധിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ നാട്ടിൽ ഈദ് അൽ ഫിത്തർ പെരുന്നാളിനോടനുബന്ധിച്ച് അവധികൾക്കായി വരാനിരുന്ന പ്രവാസികൾ യാത്ര വേണ്ടെന്ന് വെച്ചതായും അറിയാൻ കഴിയുന്നു. 2 വർഷത്തെ കോവിഡ് മഹാമാരിക്ക് ശേഷമാണ് നിരവധി പേർ നാട്ടിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാനായൊക്കെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് നിരക്ക് കുത്തനെ ഇത്തരത്തിൽ ഉയർന്നതിന് പിന്നാലെ നിരവധി പേർ യാത്ര വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ സാധിക്കും? 3 ഇരട്ടി വർധനവാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് പൊതുവെ 7000 രൂപയാണെങ്കിൽ ഇപ്പോൾ 40,000, 50,000 ഒക്കെയാണ് ഒരു യാത്രയ്ക്കായി വേണ്ടി വരുന്നത്. കണക്കുകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. എങ്കിലും പ്രവാസികൾ യാത്ര വേണ്ടെന്ന് വച്ചത് ഏറെ ആശങ്കാജനകം തന്നെയാണ്. നാട്ടിലേക്ക് നീണ്ട വേളയ്ക്ക് ശേഷമാണ് വിമാനയാത്രകൾ സജീവമായതോടെ പ്രവാസികൾ നാട്ടിലേക്ക് വരാനൊരുങ്ങിയത്. പ്രത്യേകിച്ച് ഇന്ത്യയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിയത്. വിമാനയാത്രകൾ സജീവമായിട്ടും ഇത്തരത്തിൽ എയർലൈനുകളെ ടിക്കറ്റ് വർധനയ്ക്കായി പ്രേരിപ്പിച്ചത് എന്താണ്? മറ്റൊന്നുമല്ല, ഇന്ധനവില വർധനവാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ മാറി വിമാന സർവീസുകൾ പഴയപടിയായാൽ നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കവെയാണ് ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയർന്നിരിക്കുന്നത്. ദുബായ് കൊച്ചി വൺ വേ യാത്ര ശരാശരി 450 ദിർഹമായിരുന്നു. അതായത് 7729 രൂപയായിരുന്ന ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ പെരുന്നാൾ അവധിക്ക് മുമ്പായി തന്നെ ഏപ്രിൽ 30-ന് അതായത് 1550 ദിർഹമായി കുതിച്ചുയർന്നു. ഏകദേശം 32,227 രൂപയുടെ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരാൾ നാട്ടിൽ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരണമെങ്കിൽ തന്നെ കുറഞ്ഞത് 2,500 ദിർഹം കൊടുക്കേണ്ടി വരും. അതായത് 52,000 രൂപ. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മെയ് 2-നാണ് പെരുന്നാൾ അവധി പ്രതീക്ഷിക്കുന്നത്. പെരുന്നാൾ അവധിയിൽ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോയി വരാൻ 4 അംഗ കുടുംബത്തിന് കുറഞ്ഞത് 9,500 ദിർഹം നൽകേണ്ടി വരും. ഏകദേശം 2 ലക്ഷത്തോളം രൂപ. ഇതിനോടകം തന്നെ പല ഗൾഫ് രാഷ്ട്രങ്ങളും പെരുന്നാൾ അവധികളും പ്രഖ്യാപിച്ചു. കുവൈറ്റ് ആകട്ടെ 9 ദിവസത്തെ അവധിയാണ് നൽകിയിരിക്കുന്നത്. സൗദി 4 ദിവസം, UAE 5 ദിവസം എന്നിങ്ങനെയുള്ള അവധികൾ നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രവാസികളുടെ കുത്തൊഴുക്ക് കൂടാൻ കാരണമായത്. എന്നാൽ ഇത് മുതലെടുക്കുകയാണ് വിമാന കമ്പനികൾ ചെയ്തിരിക്കുന്നത്. ഇത്രയധികം തുക കൊടുത്താൽ പോലും നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റ് ലഭിക്കില്ല എന്നത് മറ്റൊരു കാര്യം. മറ്റൊരു രാജ്യം വഴി കണക്ഷൻ വിമാനങ്ങളാണ് ലഭിക്കുക. നേരിട്ട് വിമാനത്തിൽ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ തന്നെ 5 ഇരട്ടി തുക നൽകേണ്ടി വരും. എയർ ഇന്ത്യ എക്സ്പ്രസ് ആകട്ടെ 1864 ദിർഹം, അതായത് 32,277 രൂപ. എയർ അറേബ്യ 7,729 ദിർഹം, അതായത് 40,243 രൂപയാണ് നൽകേണ്ടത്. എയർ ഇന്ത്യ ആകട്ടെ 7,729 ദിർഹം, 40,143 രൂപ. ഇൻഡിഗോ ആകട്ടെ 9,412 ദിർഹം, 37,772 രൂപ. സ്പൈസ് ജെറ്റ് 9,213 ദിർഹം, 38,066. ഫ്ലൈ ദുബായ് 10,348 ദിർഹം, 31,541 എന്നിങ്ങനെയാണ് ഏപ്രിൽ 30-ന് നിരക്കുന്നത്. അബുദാബിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നതെങ്കിൽ 1,500 തുടങ്ങി 2,000 രൂപ അധികം നൽകേണ്ടി വരും. ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഏറെ ആശങ്കയിലായിരിക്കുകയാണ് പ്രവാസി സമൂഹം. മലയാളികൾക്കാകട്ടെ കൈപ്പൊള്ളുന്ന അവസ്ഥയാണ്. 2.5 വർഷത്തിന് ശേഷമാണ് പെരുന്നാൾ അവധിക്കായി നാട്ടിലേക്ക് ആശ്വാസത്തോടെ പോകാൻ പ്രവാസികൾ ഒരുങ്ങിയത്. എന്നാലോ കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചിട്ടും വിമാനങ്ങളുടെ പകൽക്കൊള്ള തീരുന്നില്ല. എന്തു വന്നാലും പ്രവാസികളുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുന്ന നിലപാടാണ് വിമാന കമ്പനികൾ കാണിച്ചു വരുന്നത്. ഇപ്പോഴും അതുതന്നെയാകുന്നു. ഇനിയും ഇത് തന്നെ തുടരുമെന്നതിൽ സംശയവുമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.